കിച്ചൺ. അയ്യോ എന്റെ അമ്മേ എന്നെ കണ്ടിട്ടുണ്ടോ? ദൈവമേ ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര. അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. ഞാൻ സെൽഫി ഒക്കെ എടുത്തു. വല്ലാത്ത ചതിയായി പോയി. നമ്മൾ ജഡ്ജ് ചെയ്യുന്ന പോലെ അല്ല അവൻ. ഒരു പേഴ്സണ് മറ്റൊരു പേഴ്സണോട് കാണിക്കാവുന്ന വളരെ മാന്യമായ ഒരു മര്യാദകളുണ്ട് ഈ ലോകത്ത്. We people used to call it cheating. You know cheating. പറയാം. ഇതാണ് ജയില്. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. നമ്മുടെ ആദിലെ നൂറയും ഡ്രസ്സിംഗ് റൂമിനകത്ത് കയറുന്നുണ്ടല്ലോ. കിട്ടിയ സന്ദർഭം വെച്ച് അവനെ അടിച്ചവർത്താൻ നോക്കല്ലേ. അയാൾക്ക് എന്താ ഇത്ര വിരോധം നിന്നോട്? അതൊക്കെ പറയാന്ന് വെച്ചാൽ ഒത്തിരി ഉണ്ട്. ജീവനൊക്കെ വന്ന സമയത്ത് അതിനകത്ത് കയറിയിട്ട് അനുമോള് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. എന്റെ പൊന്ന് സുധരപാലം മാഷ ഇവിടെയും വന്ന് ശല്യം ചെയ്യല്ലേ. മനുഷ്യനാകെ ഇവിടെ നീറിപ്പോകഞ്ഞു നിൽക്കുക. എന്നിട്ട് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിലുണ്ട് കേട്ടോ. എന്റെ ലൈഫ് നശിപ്പിച്ചവനാണ് അവൻ. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. ഈശ്വര ഞാനോ? അല്ല പിന്നെ ഞാനായിരിക്കും. ഇതിപ്പോ പുറത്ത് ആരും അറിഞ്ഞിട്ടില്ല. എന്നെ മരണത്തിലോട്ട് വരെ തള്ളിയിട്ടവനാണ്. ചേട്ടാ അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാൻ ആഗ്രഹിക്കാത്ത ആളാണ് അവൻ. അയ്യോ അതെന്ത്? നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അതന്നത്തെ ചോരത്തിളപ്പിന് എന്നൊക്കെ അനുമോൾ അതിനകത്ത് നിന്ന് ജീവനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാലും ചേട്ടൻ ഇത്രയും ചീപ്പാന്ന് ഞാൻ കരുതിയില്ല. അയ്യേ എന്താ കാര്യം പറ ബാലകൃഷ്ണ. ഈ വേലത്തിലൊന്നും എന്നോട് വേണ്ട.